ഛത്തീസ്ഗഡിൽ ആദിവാസി യുവാവിനെ ബജ്രംഗ് ദൾ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. കന്യാസ്ത്രീകൾക്കൊപ്പം അറസ്റ്റിലായ സുക്മാൻ മാണ്ഡവിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന ബിജെപി സർക്കാരിനെതിരെ വിവിധ ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ സംയുക്ത പ്രതിഷേധ റാലി നടത്തി. കന്യാസ്ത്രീകൾക്കൊപ്പം ജൂലൈ 25-ന് രാത്രി അറസ്റ്റിലായ ആദിവാസി യുവാവ് സുകുമാൻ മാണ്ഡവിയെ അതിക്രൂരമായി ബജ്രംഗ് ദൾ പ്രവർത്തകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദുർഗ് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കെയാണ് 19-കാരനായ ആദിവാസി യുവാവിനെ ബജ്രംഗ് ദൾ പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതും മുഖത്തടിക്കുന്നതും ദേഹോദ്രവം ഏൽപ്പിക്കുന്നതും. ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകളെ അസഭ്യം പറയുന്നതും യുവാവിനെ അടിക്കുന്നതും ആദിവാസി യുവതികളെ മർദ്ദിക്കുന്ന വീഡിയോയും നേരത്തെ പുറത്തുവന്നിരുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടും ബജ്രംഗ് ദൾ പ്രവർത്തകർ അക്രമം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തം. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകിയില്ലെങ്കിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുമെന്നും കൂടെയുള്ള യുവാവിനെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയതായി യുവതികൾ നേരത്തെ കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ജ്യോതി ശർമ്മയ്ക്കെതിരെ യുവതികൾ പരാതി നൽകിയെങ്കിലും ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ഞായറാഴ്ചയും പ്രാർത്ഥനാ സമൂഹത്തിന് നേരെ ആക്രമണമുണ്ടായി. ബിജെപി സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ക്രൈസ്തവ സംഘടനകൾ റായ്പൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ശക്തമായ നടപടി ആവശ്യപ്പെട്ടും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ബിജെപി സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് റാലി. വിവിധ പിന്നോക്ക വിഭാഗങ്ങളും റാലിയുടെ ഭാഗമായി. വിഷയത്തിൽ ക്രൈസ്തവ സംഘടനകൾ ഒറ്റക്കെട്ടായി ഗവർണർക്ക് പരാതിയും നൽകി. കൈരളി ന്യൂസ്, ദില്ലി.